ഇത് വേണ്ട, നമ്മൾ നാരങ്ങ എടുത്തിട്ട് ചെറുനാരങ്ങ വെച്ച് ലോലിപ്പോപ്പ് ഉണ്ടാക്കാൻ പോണ്. ചെറുനാരങ്ങ ലോലിപ്പോപ്പ് ഒന്ന് റെഡിയാക്കി നോക്കിയാലോ നമുക്ക്? സൂപ്പറാക്കി നോക്കാം, ഉണ്ടാക്കി നോക്കാം, എങ്ങനെ നോക്കാം. നാരങ്ങ ലോലിപ്പോപ്പ്, ചെറുനാരങ്ങ വെച്ചുള്ള ലോലിപ്പോപ്പ്. ചൂണ്ടക്ക 2 ഇലകൾ പച്ച പൂക്കൾ മഞ്ഞ. നാരങ്ങ അങ്ങനെ നമ്മളെ കട്ട് ചെയ്തെടുക്കേണ്ട. നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം, കൈ മുറിയരുത്. നാരങ്ങ കട്ട് ചെയ്യാൻ ഈസിയാണ്. നാരങ്ങ കട്ട് ചെയ്യുമ്പോൾ നല്ലൊരു മണമാണ് നമുക്ക് കിട്ടണം. എൻ്റെ പൊന്നേ, നാരങ്ങയുടെ ഒരു പ്യൂറായിട്ടൊരു മണം ഉണ്ടല്ലോ, എന്ത് രസമെന്ന് അറിയാൻ മതി. ഒരു ചെറുനാരങ്ങ എടുത്ത് ഒന്ന് കട്ട് ചെയ്ത് നോക്കി, അപ്പം അറിയാം അതിൻ്റെ ആ എഫക്റ്റ്, ആ ഒരു കുളിർമ, ആ ഒരു സുഗന്ധം. ഈ നാരങ്ങയുടെ തൊണ്ടിന്, ഈ ചെറുനാരങ്ങയുടെ തൊണ്ടിന് ഇത്തിരി കട്ടി കൂടുതലാണ് കേട്ടോ. അത് കാരണം നമ്മൾ കത്തിക്ക് മൂർച്ചയൊക്കെ ഉണ്ട്, മൂർച്ചയില്ലാത്ത കത്തിയൊന്നുമല്ല, പക്ഷെ എടുക്കുമ്പോൾ അങ്ങനെ പെട്ടെന്ന് അങ്ങനെ പോകുന്നില്ല. നമ്മുടെ നാട്ടിലൊക്കെ എപ്പോഴും നാരങ്ങ നിറയെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ. ഇപ്പം അധികം അങ്ങനെ വീടുകളിൽ കണ്ടിട്ടില്ല. ഞാൻ സ്കൂളിലൊക്കെ പോണ വഴിക്ക് ഒരു വീടുണ്ട്, ആ വീടിൻ്റെ മതിലിൻ്റെ ഓരത്തുണ്ടല്ലോ ചെറുനാരങ്ങ ഇങ്ങനെ തുരുതുരായി ഇങ്ങനെ കിടക്കണ കാണണം. എൻ്റെ അമ്മോ, എന്ത് ഭംഗിയായിരുന്നു അറിയാം. പക്ഷെ ഇപ്പം ആ വീട്ടിൽ ഇപ്പം ഒരു ദിവസം ഞാൻ അതിലെ പോയി നോക്കി, അവിടെ മതിൽ കുറച്ചുകൂടി പൊക്കി കെട്ടിയേക്കണ്, ചെറുനാരങ്ങ ഒരു സാധനമില്ല അവിടെ. നാരകത്തിൻ്റെ വിത്തൊക്കെ നമ്മൾ ഇട്ട് നോക്കിയാൽ അങ്ങനെ മുളയ്ക്കാറില്ല. അപ്പം നമ്മൾ ചെറുനാരങ്ങ ഇങ്ങനെ തൊണ്ടിങ്ങനെ ചെത്തി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നാരങ്ങ 2 നമ്മൾ തൊണ്ടൊക്കെ ചെത്തി സൂപ്പറാക്കി എടുത്താണ്ടതേ കണ്ട. ചെറുനാരങ്ങ എപ്പോൾ കയ്യിലെടുത്താലും അതിൻ്റെ ആ വാസന ഒന്ന് എടുക്കേണ്ടത് നമ്മൾ മനസ്സിലേക്ക്. അപ്പോൾ സൂപ്പറാക്കി എടുത്താണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഉപ്പും മുളക് അങ്ങനെയുള്ള പരിപാടിയാണ്, അത് ചെയ്യാം. ഇനി എന്താണ്? ഇനി ചോന്ന് വെച്ച മുളകരച്ച ആറ്റുമീൻ കറി എടുത്ത് ഉപ്പും മുളക് പൊടിയൊക്കെ ശരിയായിട്ടുണ്ട്, ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ല എരിവുള്ള മുളക് പൊടിയൊന്നല്ല, കാണുമ്പോൾ ഭയങ്കര എരിവുള്ളതാണെന്നൊക്കെ തോന്നും, അത് വെറുതെ ഉണ്ടാവും, ലേശം എരിവുള്ളൂ. അപ്പം നമ്മുടെ നാരങ്ങക്കൂട്ടന്മാരെ കണ്ട ഇലയിൽ അങ്ങനെ ഞെളിഞ്ഞിരിപ്പുണ്ട്. ഇവന്മാരെ എടുത്തിട്ട് ഇനിയാണ് ഭീകരമായിട്ടുള്ള പരിപാടി. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ 2 ഈർക്കിളി കമ്പുകൾ എടുത്തിട്ടുണ്ട്, ഈർക്കിളി കഷ്ണങ്ങൾ എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങൾ കഴിയെടുത്തിട്ടുള്ളതാണ്, നല്ല വൃത്തിയുള്ളതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ 2 കമ്പുകൾ വെച്ചിട്ടാണ് ഇനി ലോലിപ്പോപ്പ് തയ്യാറാക്കാൻ പോണത്. നമ്മുടെ നാരങ്ങയ്ക്ക് ഇങ്ങനെ കാലുണ്ടാക്കാൻ വേണ്ടി, അത് സ്റ്റിക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നല്ല ബലമുള്ള ഈർക്കിളി കമ്പുകളാണ് നല്ലത് കേട്ടോ, അല്ലെങ്കിൽ ഒടിഞ്ഞു പോകും ഇങ്ങനെ കുത്തിക്കടത്തുമ്പോൾ. കൊടൂരായിട്ടും ഒന്നല്ലാണ്ട് നമ്മൾ ചെയ്യാൻ പോണത് സിമ്പിളാണ്. ഇത് കണ്ട, ഈ കമ്പുകളിൽ, ഈർക്കിളി കമ്പുകളിലേക്ക് ഈ നാരങ്ങ ഇങ്ങനെ കുത്തിക്കടത്തി എടുക്കാം. കുന്തം കയറ്റിയ ഒരു പ്രതീതി ഉണ്ടാക്കിയെടുക്കുകയാണ് ഇവിടെ. കണ്ടില്ലേ, സൂപ്പറാക്കി എടുത്തിട്ടുണ്ട്. ഇതാണ്ട, ഇത്രേ ഉള്ളൂ കാര്യം. ഇനി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാരങ്ങ സ്റ്റിക്കുകൾ ഇതേപോലെ എടുത്തിട്ട് മുളക് പൊടിയിലും ഉപ്പിലും ഇങ്ങനെ പുരട്ടിയെടുക്കുന്നു. ടൺ 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 ടൺ. ഓ, ഇതാണ് നാരങ്ങ ലോലിപ്പോപ്പ്, നാരങ്ങ സ്റ്റിക്ക് എന്നും പറയാം, എന്ത് വേണമെങ്കിലും പറയാം. സ്വാദിഷ്ടമായ ഐറ്റമാണ് കേട്ടോ. ഇതൊന്ന് ഒരുക്കി നോക്കിയാലാണ് അതിൻ്റെ സ്വാദ് അറിയാൻ പറ്റുള്ളൂ. തമാശയല്ല, കാര്യമായിട്ട് പറഞ്ഞാണ് കാര്യം. ലോലിപ്പോപ്പ് കഴിക്കട്ടെ. ഹായ്, അടിപൊളി. ഇംഗ്ലീഷുകാരൊക്കെ പറഞ്ഞ പോലെ വാവ് അങ്ങനെ പറയാട്ടാ, അടിപൊളിയാണ്, സൂപ്പറായിട്ടുണ്ട്. എൻ്റെ പൊന്നെ, ഉപ്പും മുളകും ഒക്കെ കൂടിയായിപ്പോൾ അടിപൊളിയായി. ഇതേ കാണിച്ചിട്ടാ ചെറുനാരങ്ങയുടെ ആ ഒരു പുളിപ്പും ഉപ്പിൻ്റെ ആ ഒരു എന്താ പറയാ ഉപ്പിൻ്റെ ഒരു കെട്ടിപ്പിടുത്തവും ഒക്കെ കൂടി ആയി കഴിഞ്ഞപ്പോൾ അടിപൊളി, സൂപ്പർ. ഒരെണ്ണം കൂടി ഉണ്ട്, അതുകൂടി കഴിക്കട്ടെ. എക്സ്പ്രഷനൊന്നും ഇല്ലാണ്ട് കഴിക്കട്ടെ. ഇത് താഴ്ത്തോട്ടോ അല്ല കയറ്റി കേട്ടോ നമ്മളെ ലോലിപ്പോപ്പ്. അപ്പം നമ്മൾ മുഖത്ത് ഭാവഭേദങ്ങളൊന്നും വരാതെ കഴിക്കാൻ പോവുകയാണ്. കണ്ടോ, ഒരുവിധ ഭാവഭേദവും വരാതെ ഇന്നും നമ്മളങ്ങനെ കഴിക്കാൻ ശ്രമിച്ചു, ചെറുതായിട്ട്. പക്ഷെ ഇത്തിരി പുളിപ്പുണ്ട് കേട്ടാ, നാരങ്ങല്ലേ, പുളി ഉണ്ടാവില്ലേ. നാരങ്ങ പാല, ഞാനൊന്നും ആവില്ല എന്ന് പറഞ്ഞവനാരാ. ഇറക്കിയിട്ടാ നമ്മള്, സൂപ്പർ ഐറ്റമാണ്. എല്ലാവരും ചെയ്തു നോക്കണം.
ചെറുനാരങ്ങ ലോലിപോപ്പ് സൂപ്പറാണ്. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ ടാറ്റ ബൈ ബൈ.